ബജറ്റിൽ നമുക്ക് കടമെടുക്കാൻ പറ്റാവുന്നത് നമ്മുടെ FRBM ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടുണ്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന് കേരളത്തിൽ നടപ്പാക്കിയതാണ്. ടോട്ടൽ GSDPയുടെ ഒരു നമ്മുടെ ഇക്കോണമിയുടെ ഒരു 3% നമ്മൾ കടമെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നിയന്ത്രണമുണ്ട്. അതിൻ്റെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റിനെ സമ്മതിക്കില്ല. സ്റ്റേറ്റ് ഫിനാൻസൊക്കെ മോശമായപ്പോൾ തോന്നിയ പോലെ പല സംസ്ഥാനത്തും ആയപ്പോൾ ഫിനാൻസ് കമ്മീഷൻ കൊണ്ടുവന്ന സംഭവം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഐസക്കിൻ്റെ കാലത്ത് ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ബജറ്റിന് പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കി. എന്നിട്ട് ബജറ്റിന് പുറത്തുനിന്ന് കടം മേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനാണ് അതിനെ ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റ് ചെയ്ത അസംബ്ലിയിൽ. ഞാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അനുസരിച്ച് ഇതൊരിക്കലും ബജറ്റിന് പുറത്ത് പോവില്ല. ബജറ്റിന് പുറത്താണെങ്കിൽ ഈ 3% കടത്തെ ബാധിക്കില്ല. നമ്മൾ കടമെടുക്കുമ്പോൾ സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കുക. കേരള സ്റ്റേറ്റ് കൊടുക്കുകയാണ് ഗ്യാരണ്ടി. ഈ 37,000 കോടിക്കും ഗ്യാരണ്ടി കൊടുത്തേക്കുക. സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, കിഫ്ബിയുടെ പ്രോജക്റ്റിൽ ഒരു 50% ഇൻകം ജനറേറ്റിംഗ് ആയിരുന്നുവെങ്കിൽ കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനത്തിന് തന്നെ ഈ എടുക്കുന്ന ലോൺ അടച്ചു പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ കിഫ്ബിയുടെ ഒരു 10% പോലും ഇൻകം ജനറേറ്റിംഗ് അല്ല. അപ്പോൾ ആരാണ് അവസാനം പണം അടയ്ക്കേണ്ടത്? സ്റ്റേറ്റ് തന്നെ പണം അടയ്ക്കണം, അല്ലേ? കാരണം സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി നിൽക്കുക, സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടിയാണ്. സ്റ്റേറ്റ് തന്നെ പണം അടയ്ക്കേണ്ടി വരുമ്പോൾ ഇത് വീണ്ടും ബജറ്റിലേക്ക് തിരിച്ചു വരും. ഇപ്പം എന്താ ഞാനിത് പറഞ്ഞ് 2 പ്രാവശ്യത്തെ C&AG റിപ്പോർട്ടിൽ C&AG അത് തന്നെ ആവർത്തിച്ചു. ഇത് ബജറ്റിന് പുറത്തു പോവില്ല, അതുകൊണ്ട് നിങ്ങളുടെ 3% കടമെടുപ്പിൻ്റെ ഉള്ളിൽ ഇത് വരുമെന്ന് പറയും. ഇപ്പോൾ ഈ 3% കടമെടുപ്പിൻ്റെ ഉള്ളിൽ ഇത് വന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷം ഭയങ്കര പ്രഷർ സ്റ്റേറ്റ് ഇക്കോണമിക്ക് വേണ്ടി വന്ന് ഈ 37,500 കോടി കൂടി അഡീഷണലായിട്ട് അടയ്ക്കേണ്ടി വന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇത് 5 വർഷം കൊണ്ട് അടച്ചു തീർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു ഓപ്ഷനും ഇല്ല. കൂടുതൽ പദ്ധതികൾ സ്റ്റേറ്റ് കിഫ്ബിക്ക് കൊടുക്കാതെ അത് സ്റ്റേറ്റ് ബജറ്റിൽ തന്നെ ചെയ്യുക. സ്റ്റേറ്റിൻ്റെ ഒരു PWD ഉണ്ട്, സ്റ്റേറ്റിൻ്റെ ഒരു വാട്ടർ അതോറിറ്റി ഉണ്ട്. അവർ ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് കിഫ്ബി ചെയ്യുന്നത്? കുറേ റിട്ടയർ ചെയ്ത കുറേ ഉദ്യോഗസ്ഥന്മാരെ അവിടെ കൊണ്ടുവന്നിരുത്തി അവർക്ക് ഒരു ലാവണം ഉണ്ടാക്കി കൊടുത്തു എന്ന് അതിനുവേണ്ടി ഒരു വെള്ളാനയാക്കി അതിനെ മാറ്റി കുറേ പൈസ അതിനുവേണ്ടി ചിലവാക്കി എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനം